അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മൾ ഗാലറിക്കകത്ത് ചുമ്മാ കുറേ ഫോട്ടോസൊക്കെ എടുക്കത്തില്ലേ, ഈ ഗാർഡൻ്റേത്, പട്ടിക്കുട്ടിയുടേത്, കിച്ചൻ്റേത്, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കുറേ ഫോട്ടോസ് അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എടുക്കുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. വീഡിയോസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നല്ല നല്ല ഓഡിയോസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ സർവേസ്, ടെസ്റ്റ് ക്രിയേഷൻ, ആപ്പ് ടെസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജോബ്സൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ സൈനപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, എങ്ങനെ വിഡ്രോവൽ ചെയ്യാം എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ക്ലിക്ക് വർക്കർ എന്ന് പറയുന്നൊരു സൈറ്റാണ്. ഈ സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു ഓപ്ഷനിലുള്ള ഇത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിക്ക് വർക്കർ AI ട്രെയിനിങ് ഡേറ്റ ആൻഡ് അതർ ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസ്, താഴെ ഏൺ മണി, ക്ലിക്ക് വർക്ക് ജോബ്, ക്ലിക്ക് വർക്കർ ആപ്സ് എന്നൊക്കെ കിടക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. ജോബ്സ് എന്ന് വെച്ചാൽ നമുക്ക് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് സർവേ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ട്രാൻസ്ലേഷൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് റൈറ്റിംഗ് ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടെ ടേസ്റ്റ്. അപ്പം നമുക്കിഷ്ടമുള്ള ജോബ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് ഉണ്ടെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ജോബ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഏൺ മണി എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ മേക്ക് മണി ഫ്രം എനിവെയർ എനി ടൈം. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് മണി നേടാൻ പറ്റും. എവിടെ വേണേലും എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരിവിടെ പറയുന്നത് ഈ ഒരു സൈറ്റിൽ നല്ലൊരു ഗ്രേറ്റ് കമ്മ്യൂണിറ്റി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഹൈ എൻഡ് ടെക്നോളജി, ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ഭയങ്കര ഹൈ അവൈലബിലിറ്റി ഉള്ളതും ഭയങ്കര സേഫ്റ്റുമായിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡായിട്ടുള്ള മോഡേൺ പരമായിട്ടുള്ള ടെക്നോളജികളായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ മൈക്രോ ടാസ്കുകളൊക്കെ അവർ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് സർവേ, വോയിസ് റെക്കോർഡിങ്, ഫോട്ടോ കണ്ടക്റ്റ്, അങ്ങനത്തെ മൈക്രോ ടാസ്കുകളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ജോബ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏൺ മണി വിത്ത് മൈക്രോ ടാസ്കിങ്. മൈക്രോ ടാസ്കിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏണിങ്സ് നേടാൻ പറ്റും. ആ ഏണിങ്സ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് പേപ്പാൽ അല്ലെങ്കിൽ പെയ്ന്യൂർ, ഈ ഒരു 2 മെത്തേഡിലൂടെ നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷ് നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അതും വീക്കലി ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. ഏത് ഇത് വേണേലും നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡായിട്ട് സ്വീകരിക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. പേപ്പാൽ വേണോ പെയ്ന്യൂർ വേണോ എന്നുള്ളത് ഏതാണേലും നമുക്ക് വീക്കലി ആയിരിക്കും പേയ്മെൻറ്റ് കിട്ടുക. പിന്നെ വരുന്നത് നമ്മുടെ ഡേറ്റാസൊക്കെ സേഫായിട്ടായിരിക്കും വയ്ക്കുക. ഡേറ്റയ്ക്ക് പ്രൈവസിയൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഡേറ്റാസ് മറ്റുള്ളവർ കാണും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ സേഫായിരിക്കും. നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ജോബ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസും പേയ്മെൻറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുകൂടാതെ വർക്കിംഗ് വിത്തൗട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ, നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവർ പറയുന്നത് ഇതിൽ നമുക്ക് ഹെൽപ്പ് ഡെസ്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് എന്തെങ്കിലും സംശയമോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ സപ്പോർട്ടിംഗ് ടീംസ് ഉണ്ടായിരിക്കും. നമുക്കത് സോൾവ് ചെയ്ത് തരാനായിട്ട് അവരുമായിട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതി.
പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് ഈ ഒരു സൈറ്റിൽ ഒന്നുകിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യാം, അതല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ചാണെങ്കിലും വർക്ക് ചെയ്യാവുന്നതാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എന്താണ് സൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അതെല്ലാം ആപ്പ് സ്റ്റോറായിട്ട് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷനായിട്ട് ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഒരുപാട് വർക്ക്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സർവേ ആണ്. സർവേ എന്ന് പറയുന്നത് ഷെയർ യുവർ ഒപ്പീനിയൻ ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ വേരിയസ് ടൈപ്പ് ഓഫ് സർവേ. നമുക്ക് സർവേസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ക്രിയേഷന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവ് ഇൻഫർമേറ്റീവ് ടെക്സ്റ്റ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഓർ ആർട്ടിക്കിൾസ് അബൌട്ട് എ ഗിവൺ ടോപ്പിക്. മോർ അബൌട്ട് ടെക്സ്റ്റ് ക്രിയേഷൻ. അപ്പം അവർ തരുന്ന ടോപ്പിക്കിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക, ആർട്ടിക്കിൾ തയ്യാറാക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ സെർച്ച് ഫോർ ഡേറ്റ ആൻഡ് അഡ്രസ്സസ് ഓഫ് കമ്പനി, റെസ്റ്റോറൻറ്റ് ആൻഡ് അതർ ലൊക്കാലിറ്റി ഇൻ ദ വെബ്. അപ്പോൾ അവർ പറയുന്നത് അവർ തരുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുക. ഒരു കമ്പനിയുടെ അഡ്രസ്സ് സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ മൈസ്ട്രി വിസിറ്റ് എന്തായാലും എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറീസ്, അതുപോലെ തന്നെ ടേക്ക് പിക്ചേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് അപ്ലോഡ് ദം അറ്റ് ക്ലിക്ക് വർക്ക്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ വീക്കിലി വിസിറ്റ് ചെയ്യുന്ന സ്റ്റോഴ്സുകൾ എന്ന് വെച്ചാൽ ഷോപ്പിംഗ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെയൊക്കെ അവിടെ, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണ്, അല്ലെങ്കിൽ പുറത്തെ ഗാർഡൻ ഏരിയാസ്, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അമ്പലം, പള്ളി, അങ്ങനത്തെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ പ്രോഡക്ട്സുകളുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ സ്റ്റോറീസൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റോറീസൊക്കെ ആണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ആപ്പ് ടെസ്റ്റിംഗ് ആണ്. ആപ്പ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപ്പിനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ തരിക എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻസ്, ഫങ്ഷബിലിറ്റി, അക്സസിബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റിംഗ് ആയിട്ട് നടത്തിയിട്ട് ഒരു റിവ്യൂ അവർക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്പ് തന്നിട്ട് അതിനെപ്പറ്റി അതിൻ്റെ ഡിസൈൻസ്, പിന്നെ അവിടെ എവിടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, അതിൻ്റെ ലോഗോ എവിടെയാണ്, പിന്നെ ഓർഡർ ചെയ്താൽ എവിടെയാണ് കാണാൻ പറ്റുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ആയിട്ട് അവർ തരും. എന്നിട്ട് നമ്മളത് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ അവർ തരുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ചോദിക്കുന്നതിന് ആൻസർ കൊടുക്കുക. പിന്നെ ഉള്ളത് ഫോട്ടോ ക്യാപ്ചറാണ്. ഫോട്ടോ ക്യാപ്ചർ എന്ന് പറയുന്നത് ടേക്ക് എനി കൈൻഡ് ഓഫ് പിക്ചേഴ്സ് വിത്ത് യുവർ സ്മാർട്ട് ഫോൺ അപ്ലോഡ് ഡൗൺ. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ അതല്ലാതെ നമുക്ക് ഓഡിയോ റെക്കോർഡിംഗ് അറ്റ് ഹോം ഓർ ഓൺ ദ ഗോ, റെക്കോർഡ് ഷോർട്ട് ഓഡിയോ ക്ലിപ്സ് വിത്ത് യുവർ സ്മാർട്ട് ഫോൺ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഓഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ വീഡിയോ റെക്കോർഡിങ്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സിൽ നമുക്കിതിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സൈറ്റാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യമുള്ളത് അത് ചെയ്യുക. സർവേ ആണെങ്കിൽ സർവേ, ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആണെങ്കിൽ അത്, വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ അത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് ആ ഒരു കാറ്റഗറിയെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർ ക്ലിക്ക് വർക്ക് എന്നുള്ളത് കണ്ടോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരിക. സ്റ്റെപ്പ് 1 അതിൽ നമ്മൾക്ക് എന്താണ് ജെൻഡർ, ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകും. പിന്നെ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈറ്റാണ്. പേയ്മെൻ്റ് ആണെങ്കിലും എന്താണ് വീക്കിലി പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.